നെക്സ്റ്റ് അരീനയുടെ സ്പോർട്സ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാച്ചിലെ സഞ്ജുവിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ സഞ്ജു ഹെൽമെറ്റ് ഊരിയെറിഞ്ഞത് ഒരു ചെറിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ICCയുടെ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് ചില വിമർശകർ കരുതുന്നത്. പക്ഷേ സഞ്ജുവിന് അതുകൊണ്ട് ഒരു മാച്ചിൽ നിന്ന് വിലക്ക് ലഭിക്കാനുള്ള ഒരു കുറ്റമായിട്ടല്ല അത് വിലയിരുത്തുന്നത്. ഏറിപ്പോയാൽ മാച്ച് ഫീയുടെ ഒരു വിഹിതം സഞ്ജുവിന് ചിലപ്പോൾ നൽകേണ്ടതായി വരും. ഇനി ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം എടുത്തു കഴിഞ്ഞാൽ ഇരുകൂട്ടരും ഒന്നിനൊന്ന് തുല്യത തന്നെയാണ്. കൂടാതെ സൂപ്പർ 8-ൽ ഒരു മാച്ച് പോലും തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശനം. അത് അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെയും ഇന്ത്യയുടെ ഒത്തൊരുമയുള്ള പോരാട്ടം ഇന്ത്യൻ ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ വിൽ ജാക്സന്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലുമുള്ള മികവ് തന്നെയാണ് അവരുടെ പ്രധാന തുറപ്പുചീട്ട്. കൂടാതെ ആദിൽ റഷീദ് അടങ്ങുന്ന സ്പിൻ ത്രയം ഇംഗ്ലണ്ടിനെ കൂടുതൽ ശക്തരാക്കുന്നുണ്ട്. ആരി ബ്രൂക്കിന്റെ മികച്ചൊരു ലീഡർഷിപ്പും ഇംഗ്ലണ്ടിനെ കരുത്തേക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ സൈഡിലേക്ക് വന്നാൽ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ തന്നെയാണ് ഇന്ത്യയെ കുഴക്കുന്ന ഒരു ഘടകം. പക്ഷേ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിലെ വിന്നിംഗ് 11 മാറ്റം വരുത്താൻ ജയിക്കുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിലെ 11 തന്നെയായിരിക്കും സെമിയിലും ഉണ്ടാവുക. സഞ്ജു അടക്കമുള്ള താരങ്ങളുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് കരുത്തേക്കുന്നത്. എന്തായാലും ഒരു മൂർച്ചയേറിയ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ 2016-ൽ T20 വേൾഡ് കപ്പ് സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനോട് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നമ്മൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് വാങ്കഡയിലെ ആ കണക്ക് നമുക്ക് ഈ സെമിയിലൂടെ തീർക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.